സൗത്ത് ആൻഡമാനിലെ റോസ് ഐലൻഡിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ക്യാപ്റ്റൻ ഡാനിയൽ റോസിൻ്റെ പേരിലുള്ള റോസ് ദ്വീപിനെ 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ദ്വീപ് എന്ന് പുനർനാമകരണം ചെയ്തു. തെക്കൻ ആൻഡമാൻ ജില്ലയായ പോർട്ട് ബ്ലെയറിന് കീഴിൽ വരുന്നത് കഷ്ടിച്ച് 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ളതുമായ വളരെ ചെറിയ ലക്ഷ്യസ്ഥാനമാണിത്. വാട്ടർ സ്പോർട്സ് കോംപ്ലക്സിൽ നിന്ന് ആൻഡമാനിലേക്കുള്ള നിങ്ങളുടെ യാത്രയ്ക്കിടെ സന്ദർശിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഇൻ്റർദ്വീപുകളിലൊന്നായി ഇത് മാറുന്നു. ആൻഡമാനിലെ ഭൂരിഭാഗം ആകർഷണങ്ങളും ബീച്ചുകൾക്ക് പേരുകെട്ടതാണെങ്കിലും റോസ് ദ്വീപ് നിങ്ങളുടെ അവധിക്കാലം പൂർത്തിയാക്കുന്ന മേശയിലേക്ക് ചരിത്രത്തിൻ്റെ ഒരു ബിറ്റ് കൊണ്ടുവരുന്നു. ഈ ദ്വീപ് ആദ്യമായി 1782 അധിനിവേശം നടത്തുകയും അവിടെ ഒരു സാനിറ്റോറിയം നിർമ്മിക്കുകയും ചെയ്തു. തുടർന്ന് 1857 ബ്രിട്ടീഷുകാർ 85 വർഷക്കാലം ഇത് ഒരു ഭരണ ആസ്ഥാനമായി ഉപയോഗിച്ചു. ഈ സമയത്ത് ബ്രിട്ടീഷുകാർ ഈ പീനൽ സെറ്റിൽമെൻറ്റിൽ ധാരാളം പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകൾ നിർമ്മിച്ചു. അവ പിന്നീട് 1941 ഭൂകമ്പത്തെ തുടർന്ന് ഉപേക്ഷിക്കപ്പെട്ടു. ഇന്ത്യൻ തടവുകാർ നിർമ്മിച്ച ഈ പഴയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ പീപ്പൽ സീരീസ് മരങ്ങൾ എന്നിവയുടെ കട്ടിയുള്ള വേരുകൾ കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നു. അത് നമ്മെ ഒരു യുഗത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. പണ്ടേ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഓർക്കുന്നു. ആൻഡമാൻ നിക്കോബാറിൽ മറ്റൊരിടത്ത് കാണാത്ത അതിമനോഹരമായ മനുഷ്യ ഗുഹകളും പഴയ പള്ളിയും ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട ഭയാനകമായ ചരിത്രവും ഒരു അതുല്യമായ പ്രകമ്പനം നൽകുന്നു. മയിലുകൾ, മാനുകൾ എന്നിവയുൾപ്പെടെ വിവിധ ഇനം പക്ഷികളുടെയും മൃഗങ്ങളുടെയും സങ്കേതമായ സംരക്ഷിത വനം പ്രകൃതിയുടെ മടിത്തട്ടിൽ ചുറ്റി നടക്കാനും ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതിശയകരമായ അനുഭവം സമ്മാനിക്കുന്നു. ഉയരമുള്ള ഉഷ്ണമേഖലാ മരങ്ങളുടെ തണൽ ദ്വീപിൻ്റെ ഏറ്റവും സവിശേഷമായ കാര്യം ഏതെങ്കിലും തരത്തിലുള്ള സിവിലിയൻ സെറ്റിൽമെൻറ്റുകൾ ഭരണകൂടം നിരോധിച്ചിരിക്കുന്നു എന്നാണ്. അതിനർത്ഥം ഇവിടെ രാത്രിയിൽ തങ്ങാൻ സ്ഥലമില്ല. അതിനാൽ എല്ലാവരും നേരം വൈകുന്നതിന് മുമ്പ് ദ്വീപ് വിട്ടുപോകണം. സന്ദർശിക്കേണ്ട സ്ഥലങ്ങളും ചെയ്യുക. അവശിഷ്ടങ്ങൾ പര്യവേഷണം ചെയ്യുക, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ പങ്കെടുക്കുക, സങ്കേതം സന്ദർശിക്കുക, മനുഷ്യഗുഹകൾ പര്യവേഷണം ചെയ്യുക, കുളം സന്ദർശിക്കുക, ശാന്തമായ ഭക്ഷണം ആസ്വദിക്കുക. പഴയ അവശിഷ്ടങ്ങൾ റോസ് ദ്വീപ് സന്ദർശിക്കുന്നതിനുള്ള ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്ന് അതുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. ആൻഡമാൻ അധിനിവേശത്തിന് ശേഷമുള്ള ബ്രിട്ടീഷുകാരുടെ ആഡംബര ജീവിതം കാണിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കച്ചെന്ന ബ്രിട്ടീഷ് ജാപ്പനീസ് നിർമ്മിതികളിൽ ചിലത് ഈ ദ്വീപിലുണ്ട്. പഴയ ചീഫ് കമ്മീഷണറുടെ വസതിയായും പ്രവർത്തിച്ചിരുന്ന ഈ ദ്വീപിൽ നിന്നാണ് സെല്ലുലാർ ജയിലിൻ്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള ദ്വീപുകളിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിച്ചിരുന്നത്. അവിടുത്തെ ചരിത്രാവിഷ്ടങ്ങൾ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു. ക്രിസ്ത്യൻ പള്ളി, സെക്രട്ടേറിയറ്റ്, സർക്കാർ ഭവനം, ചീഫ് കമ്മീഷണറുടെ വസതി, ആഡംബര പൂന്തോട്ടങ്ങളുടെ നീണ്ട സ്ട്രിപ്പുകൾ, നീന്തൽക്കുളം, വലിയ ബോൾ റൂമുകൾ, ടെന്നീസ് കോർട്ട്, ജല ശുദ്ധീകരണ പ്ലാന്റുകൾ, ആശുപത്രി, അച്ചടിശാല കൂടാതെ വളരെയധികം. നമ്മുടെ അവസ്മരണീയമായ ഭൂതകാലത്തിൻ്റെ ഈ അവശിഷ്ടങ്ങളിൽ മുഴുകുന്നത് ശിക്ഷാ നടപടികളുടെ യുഗത്തിലേക്ക് നമ്മെ തിരികെ കൊണ്ടുപോവുകയും സ്വാതന്ത്ര്യത്തിനായുള്ള നമ്മുടെ പോരാട്ടത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ റോസ് ഐലൻഡിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നമ്മെ ഭൂതകാലത്തിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ദ്വീപുകളിൽ എല്ലാം എങ്ങനെ ആസൂത്രണം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തു എന്നതിൻ്റെ ചരിത്രം കാണിക്കുകയും ചെയ്യുന്നു. ബ്രിട്ടീഷുകാർ ആൻഡമാനിൽ വന്നത് എങ്ങനെയെന്നും ദ്വീപുകൾ ഭരിക്കാൻ ഭരണം കെട്ടിപ്പടുക്കുന്നതിലും അവർ പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്താണെന്നും കാണിക്കുന്ന ശിക്ഷാ പരിഹാര കാലയളവിലാണ് സമ്പൂർണ്ണ ഷോ പ്രാഥമികമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ചീഫ് കമാൻഡറുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ആഡംബരമായ ജീവിതവും ജയിൽ പണിയുന്ന തടവുകാരായ ഇന്ത്യൻ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകളും ഷോയിൽ പ്രധാനമായി കാണിക്കുന്നു. പിന്നീട് അതിൻ്റെ സെല്ലുകളിൽ എറിയപ്പെട്ടും നിങ്ങളുടെ യാത്ര ഒരു നുള്ളി ചരിത്രം ചേർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവർ ഷോയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു. ദ്വീപിൻ്റെ സങ്കേതം ദ്വീപിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ആൻഡമാൻ ഭരണകൂടത്തിൻ്റെ കീഴിൽ സംരക്ഷിച്ചിരിക്കുന്ന മാനുകളും മയിലുകളും നിറഞ്ഞതാണ്. ഈ മൃഗങ്ങളെ ദിവസേന പരിപാലിക്കുന്നത് സർക്കാർ നിയമിച്ച ഒരു കെയർ ടേക്കറാണ്. അതിനാൽ ദ്വീപുകളിൽ മാനുകളുടെയും മയിലുകളുടെയും ജനസംഖ്യ ഏറ്റവും ഉയർന്ന തോതിലാണ്. തെങ്ങുകളും ഈന്തപ്പനകളും ഉൾപ്പെടെയുള്ള വലിയ ഉഷ്ണമേഖലാ മരങ്ങൾ നിറഞ്ഞ ഒരു സംരക്ഷിത പ്രദേശത്താണ് എല്ലാ മൃഗങ്ങൾ താമസിക്കുന്നത്. ഇവിടെയുള്ള തേങ്ങ നാളികേരത്തിന് അസാമാന്യ വലിപ്പം ഉള്ളവയാണ്. കൂടാതെ ആളുകളായി ചുറ്റിക്കറങ്ങാൻ റിസർവിൽ നിന്ന് പുറത്തു വരുവാൻ അനുവാദമുണ്ട്. മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതോ ഉപദ്രവിക്കുന്നതോ ഇവിടെ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നിങ്ങൾ മൃഗങ്ങളെ ഇഷ്ടപ്പെടുകയും അവയുമായി അടുത്തിടപഴകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതെങ്കിൽ അതിന് പറ്റിയ സ്ഥലമാണിത്.
മനുഷ്യഗുഹകൾ. ആക്രമണ സമയത്ത് പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടാൻ സഹായിക്കുന്നതിനായി റോസിന് ചുറ്റും അതിഥിയമായ ഇഴചേർന്ന മനുഷ്യഗുഹകൾ നിർമ്മിച്ചു. ഇപ്പോൾ ഗുഹകളുടെ ഉദ്ദേശം കഴിഞ്ഞപ്പോൾ അവ ഉപേക്ഷിക്കപ്പെടുകയും അവ നിർമ്മിക്കാൻ ഇന്ത്യൻ തൊഴിലാളികൾ നേരിടുന്ന വൈദഗ്ധ്യം, പ്രയത്നം, ബുദ്ധിമുട്ടുകൾ എന്നിവയുടെ ഒരു പ്രദർശനമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ദ്വീപിൽ ഉടനീളമുള്ള പ്രധാനപ്പെട്ട ഓഫീസുകളെയും നിർമ്മാണങ്ങളെയും ബന്ധിപ്പിക്കുന്ന നിരവധി സംയുക്ത പാതകൾ ഈ ഗുഹകൾ പിന്തുടരുന്നു. മാത്രമല്ല അവ പര്യവേഷണം ചെയ്യുന്ന പര്യവേഷകന് വളരെ നിഗൂഢമായ പ്രകമ്പനം വളരെ ഉത്തേജനം നൽകുകയും ചെയ്യുന്നു. അവരെ സന്ദർശിക്കുന്നതിന് മുൻപ് സുരക്ഷിതത്വവും വേഗത്തിലുള്ള തിരിച്ചുവരവും ഉറപ്പാക്കാൻ നിങ്ങളുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരിക്കണമെന്ന് എപ്പോഴും ശുപാർശ. അതുവഴി പിന്നീട് സങ്കീർണതകളൊന്നും ഉണ്ടാകില്ല. കുളം കൃത്യമായതിൻ്റെ പേര് തന്നെയാണ്. വെള്ളം കുമിഞ്ഞുകൂടുകയും ദീർഘകാലം തങ്ങി നിൽക്കുകയും ചെയ്യുന്ന ഒരു വലിയ കുളം. അത് പച്ച നിറമുള്ളതാക്കുന്നു. വളരെ കാലം മുമ്പ് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന കുളത്തിന് സമീപം കുറച്ച് ചെറിയ അവശിഷ്ടങ്ങളുണ്ട്. എല്ലാ വശത്തു നിന്നും ഉയരമുള്ള മരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ സ്ഥലത്തിന് ഇരിക്കാനും വിശ്രമിക്കാനും കാഴ്ച ആസ്വദിക്കാനും സുഖപ്രദമായ ഒരു ചെറിയ സ്ഥലമുണ്ട്. 25 മിനിറ്റ് താഴെയുള്ള കാൽനട യാത്രയിൽ അടയാളങ്ങൾ പിന്തുടർന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ അവിടെ എത്താം. ശാന്തമായ ഉച്ചഭക്ഷണം ആസ്വദിക്കുക. ഈ ദ്വീപിൽ ഉടനീളം പരമാവധി കുടിലുകളും ചെറിയ ഷെഡുകളും നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ ഒരാൾക്ക് ടൂറിൽ നിന്ന് ഇടവേള എടുക്കാനും ഉയരമുള്ള മരങ്ങളുടെയും കുറ്റിച്ചെടികളുടെ തണലുകളാൽ ചുറ്റപ്പെട്ട അവിടെ ഇരുന്ന് സ്വസ്ഥമായി ഇരിക്കുകയും ചെയ്യാം. സന്ദർശകർക്ക് ചുറ്റും ചിലച്ചുകൊണ്ട് കളിക്കുകയും മനോഹരമായ അന്തരീക്ഷം സമ്മാനിക്കുകയും ചെയ്യുന്ന വൈവിധ്യമാർന്ന പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ദ്വീപ്. വിശ്രമിക്കാനും ഉച്ചഭക്ഷണം കഴിക്കാനും നിങ്ങൾക്ക് ഇതിലും നല്ല സ്ഥലം കണ്ടെത്താൻ കഴിയുകയില്ല. റോസ് ഐലൻഡിൽ എങ്ങനെ എത്തിച്ചേരാം? പോർട്ട് ബ്ലെയറിന് വളരെ അടുത്താണ് റോസ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. വാസ്തവത്തിൽ ദ്വീപ് മുഴുവൻ വാട്ടർ സ്പോർട്സ് കോംപ്ലക്സിൽ നിന്ന് തികച്ച് അവിടെ നിന്ന് കാണാവുന്നതാണ്. മാത്രമല്ല കരമാർഗം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടതിനാൽ റോഡ് മാർഗം അവിടെ എത്താൻ കഴിയില്ല. വാട്ടർ സ്പോർട്സ് കോംപ്ലക്സിൽ നിന്ന് ബോട്ടിലോ ഫെറിയിലോ മാത്രമേ ദ്വീപിലെത്താൻ കഴിയൂ. ഇത് 15 മിനിറ്റിനുള്ളിൽ നിങ്ങളെ നേരിട്ട് ജെട്ടിയിലേക്ക് കൊണ്ടുപോകും. ബോട്ടിൻ്റെ വിവിധ ചാർജുകളുള്ള ബോട്ടുകൾ ലഭ്യമാണ്. ടിക്കറ്റുകൾ വളരെ വേഗത്തിൽ വിറ്റഴിയുന്നതിനാൽ തടസ്സമില്ലാത്ത യാത്ര ഉറപ്പാക്കുവാൻ നിങ്ങളൊരു ബോട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നുണ്ട്. അബർഡീൻ ബസാറിൽ സ്ഥിതി ചെയ്യുന്ന ഡയറക്ടറേറ്റ് ഓഫ് ഷിപ്പിംഗ് സർവീസസ് ഓഫീസ് സന്ദർശിച്ചാൽ ടിക്കറ്റുകൾ എളുപ്പത്തിൽ ലഭിക്കും. ദ്വീപിൽ താമസിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ മടങ്ങിപ്പോകാനുള്ള ടിക്കറ്റും ഉറപ്പുവരുത്തുക. നിങ്ങളൊരു ഇന്ത്യൻ പൗരനല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും പാസ്പോർട്ടിനും ആവശ്യമായ നിങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് എടുക്കാൻ മറക്കരുത്. സമ്പൂർണ്ണമായ ഒരു യാത്ര ആസൂത്രണം ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ദ്വീപിലേക്ക് എളുപ്പത്തിൽ ഒരു ടൂർ പ്ലാൻ ചെയ്യാം. റോസ് ദ്വീപിലേക്കുള്ള സമ്പൂർണ്ണ യാത്ര അര ദിവസത്തിനുള്ളിൽ എളുപ്പത്തിൽ ചെയ്യാനാകും. അതിനാൽ ദിവസം മുഴുവൻ പൂർത്തിയാക്കാൻ വേണ്ടി മറ്റൊരു ലക്ഷ്യത്തിലേക്കും പോകാൻ കഴിയും. ഈ ദ്വീപ് സന്ദർശിക്കുന്നവർ കൂടുതലും നോർത്ത് ബേ ഐലൻഡിലേക്കുള്ള ഒരു യാത്ര കൂടി ഉൾപ്പെടുത്തുന്നു. ഇത് വാട്ടർ സ്പോർട്സിന് മികച്ചതാണ്. രണ്ടും ഒരേ ദിവസത്തിനുള്ളിൽ ചെയ്യാൻ കഴിയും. 2 ദ്വീപിലേക്കും ഒരു യാത്ര ഉൾപ്പെടുന്ന നിരവധി ഫെറികൾ നിങ്ങൾക്ക് കണ്ടെത്താം. സന്ദർശിക്കാൻ പറ്റിയ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് റോസ് ദ്വീപ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. കാരണം ഈ മാസങ്ങളിൽ ആൻഡമാനിലെ കാലാവസ്ഥ ശുദ്ധമാണ്. പെട്ടെന്നുള്ള മഴയ്ക്ക് സാധ്യതയില്ല. ഇത് തടസ്സങ്ങളില്ലാതെ കാഴ്ചകൾ കാണാൻ നിങ്ങളെ അനുവദിക്കുന്നു. പ്രവേശന ടിക്കറ്റുകൾ ₹1. മുതിർന്നവർക്ക് റോസ് ഐലൻഡ് സന്ദർശിക്കാൻ 30 രൂപയുടെ പ്രവേശന ടിക്കറ്റും കുട്ടികൾക്ക് 25 രൂപയുടെ പ്രവേശന ടിക്കറ്റും ആവശ്യമാണ്. ഇത് വളരെയധികം ബോട്ട്, ലൈറ്റ് ആൻഡ് ഷോ, സൗണ്ട് ഷോ എന്നിവയ്ക്കായി നിങ്ങൾ പണം വീണ്ടും നൽകേണ്ടി വന്നേക്കാം. ഇത് നിങ്ങളുടെ ടൂർ ചെലവ് വർദ്ധിപ്പിക്കും. ഇവിടെ കഴിയണം. റോസ് ഐലൻഡിൽ ഒരു ചെറിയ കഫറ്റീരിയയും റെസ്റ്റോറൻറ്റും ഉണ്ട്. അത് വിനോദസഞ്ചാരികൾക്കും പ്രതിരോധ ഉദ്യോഗസ്ഥന്മാർക്ക് സേവനം നൽകുന്നു. പോർട്ട് ബ്ലെയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വില അല്പം കൂടുതലാണ്. കാരണം ബോട്ട് വഴിയാണ് ചരക്കുകൾ അവിടേക്ക് കൊണ്ടുപോകുന്നത്. റെസ്റ്റോറൻറ്റിൽ വെജ്, നോൺ വെജ് ഭക്ഷണങ്ങൾ മാന്യമായ വളരെ നല്ല മെനുവിനൊപ്പം നൽകുന്നുണ്ട്. പക്ഷേ വളരെ ധാരാളം വിഭവങ്ങൾ പ്രതീക്ഷിക്കരുത്. ജെട്ടിക്ക് സമീപം ശുദ്ധമായ തേങ്ങാവെള്ളം വാഗ്ദാനം ചെയ്യുന്ന ധാരാളം ചെറുകിട കച്ചവടക്കാരുണ്ട്. അതിനാൽ നിങ്ങൾക്ക് ആ ദ്വീപിൽ നിന്ന് ഒരു കരിക്ക് കുടിച്ചാൽ നല്ല ഉന്മേഷം ലഭിക്കുകയും നിങ്ങളുടെ മടക്കയാത്രയിൽ വാട്ടർ സ്പോർട്സ് കോംപ്ലക്സിൽ എത്തുമ്പോൾ ലഘുഭക്ഷണം കഴിക്കുകയും ചെയ്യാം. ജെട്ടിക്ക് സമീപം ഒരു 6 വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വാട്ടർ ബോട്ടിൽ വീണ്ടും നിറയ്ക്കേണ്ടി വന്നാൽ അത് അവിടെ നിന്ന് നിറയ്ക്കാൻ കഴിയുന്നതാണ്. റോസ് ഐലൻഡ് തുറക്കുന്നതും അടയ്ക്കുന്നതുമായ സമയം എന്താണ്? റോസ് ദ്വീപ് വിനോദസഞ്ചാരികൾക്ക് രാവിലെ 9 മണിക്ക് തുറക്കുകയും 3 PM അടയ്ക്കുകയും ചെയ്യുന്നു. അവസാന ബോട്ടും ദ്വീപിൽ നിന്ന് ഒരേ സമയം പുറപ്പെടും.
റോസ് ഐലൻഡിൽ രാത്രി തങ്ങാൻ അനുവാദമില്ലാത്തതിനാൽ ഈ ദ്വീപിൽ ഹോട്ടലുകളൊന്നും ലഭ്യമല്ല. എന്നാൽ ദ്വീപിന് വളരെ അടുത്ത പോർട്ട് ബ്ലെയറിൽ നിങ്ങൾക്ക് ഹോട്ടലുകൾ ബുക്ക് ചെയ്യാം. റോസ് ദ്വീപിലേക്ക് ബോട്ടുകൾ എവിടെ നിന്നും ലഭ്യമാകും. വാട്ടർ സ്പോർട്സ് കോംപ്ലക്സിൽ നിങ്ങൾക്ക് അവ കണ്ടെത്താം. വാടകയ്ക്ക് ധാരാളം ബോട്ടുകളുണ്ട്. റോസിലേക്കും നോർത്ത് ബേയിലേക്കും ഒരുമിച്ച് പോകുന്ന നിരവധി ബോട്ടുകളുണ്ട്. നോർത്ത് ബേകളിലേക്ക് നേരിട്ട് പോർട്ട് ബ്ലെയറിലേക്ക് വരുന്നതിനാൽ റോസിലേക്ക് മാത്രം പോകുന്ന ബോട്ടിൽ നിങ്ങൾ കയറേണ്ടതുണ്ട്. റോസ് ഐലൻഡിൽ താമസിക്കാൻ കഴിയുമ്പോൾ ഹോട്ടലിൽ ലഭ്യമാകും ഇല്ല. ഈ ദ്വീപിൽ താമസിക്കുന്നത് സർക്കാർ അനുവദിക്കുന്നില്ല. അതിനാൽ ഇവിടെ ഹോട്ടലുകളൊന്നുമില്ല. നിങ്ങളുടെ പര്യടനത്തിന് ശേഷം നിങ്ങൾ പോർട്ട് ബ്ലെയറിലേക്ക് മടങ്ങേണ്ടി വരും. ദ്വീപ് വിനോദസഞ്ചാരികൾക്കായി 3 മണിക്ക് അടയ്ക്കും. ഈ ദ്വീപിൽ ഏതെങ്കിലും വാട്ടർ സ്പോർട്സ് ലഭ്യമാണോ? ഇല്ല. വാണിജ്യേതരമെന്ന് ബ്രാൻഡ് ചെയ്തിരിക്കുന്നതിനാൽ റോസിൽ വാട്ടർ സ്പോർട്സുകളൊന്നുമില്ല. നിങ്ങൾ പ്രവർത്തനങ്ങൾക്കായി ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ ആൻഡമാനിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ ഉള്ള നോർത്ത് ബേ സന്ദർശിക്കാം. റോസ് ഐലൻഡിൽ ഫോട്ടോഗ്രാഫി അനുവദനീയമാണോ? അതെ, ഇവിടെ ഫോട്ടോഗ്രാഫി അനുവദനീയമാണ്. മനോഹരമായ മരങ്ങളുടെയും ചരിത്രത്തിൻ്റെയും അതുല്യമായ ഷോട്ടുകൾക്കുള്ള മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണിത്. റോസ് ഐലൻഡിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ സമയം എത്രയാണ്? അതിൻ്റെ പ്രവേശന ഫീസ് 100 രൂപയാണ്. 100 രൂപ 150. ബുധനാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളും പ്രദർശനം നടക്കുന്നു. അത് രാവിലെ 5:15 ആരംഭിച്ച് 1 മണിക്കൂറിനുള്ളിൽ അവസാനിക്കും. തനിക്ക് ഒറ്റയ്ക്ക് ദ്വീപ് പര്യവേഷണം ചെയ്യാൻ കഴിയും. അതെ, റോസ് ദ്വീപ് സ്വയം പര്യവേഷണം ചെയ്യാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. കൂടാതെ ദ്വീപിൽ ഉയരമുള്ള ഉഷ്ണമേഖലാ മരങ്ങളാൽ ചുറ്റപ്പെട്ട നിരവധി ചരിത്രാവശിഷ്ടങ്ങൾ നിങ്ങൾ കണ്ടെത്താനാകും. റോസ് ഐലൻഡിൽ എല്ലാ ദിവസവും തുറന്നിട്ടുണ്ട്. അതെ, ദ്വീപ് എല്ലാ ദിവസവും വിനോദസഞ്ചാരികൾക്കായി തുറന്നിരിക്കും. കൂടാതെ അത് അടച്ചിരിക്കുമ്പോൾ പ്രത്യേക പ്രവർത്തന ദിനങ്ങളൊന്നുമില്ല. ബുധനാഴ്ചകളിൽ റോസ് അടച്ചിടുമെങ്കിലും മാസങ്ങൾക്ക് മുമ്പ് അവധി നീക്കം ചെയ്തു. എന്നിരുന്നാലും ചില സർക്കാർ അവധികൾ ദിവസം ഉണ്ട്. ദ്വീപ് അടച്ചിരിക്കുന്ന അവധി ദിവസങ്ങൾ ഇത് വളരെയധികം മാറും. അതിനാൽ നിങ്ങൾ ഒരു പൊതു അവധി ദിവസമാണ് സന്ദർശിക്കുന്നതെങ്കിൽ ഒരു പ്രാദേശിക ടൂർ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടേണ്ടതുണ്ട്. റോസ് ഐലൻഡും അടുത്തുള്ള മറ്റു ദ്വീപുകളും ഉൾപ്പെടെയുള്ള ടൂറുകൾ. റോസ് ദ്വീപും ആൻഡമാനിലെ സമീപത്തെ ഏതാനും ദ്വീപുകളും ഉൾപ്പെടുന്ന ടൂറുകളുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി കുടുംബാംഗങ്ങളുമായി ദ്വീപിലേക്ക് ഒരു സോളോ ടൂർ ആവശ്യപ്പെടാവുന്നതാണ്. ക്രമീകരിക്കാവുന്നതാണ്. ലളിതമായി ഉള്ള പോകാൻ പൂരിപ്പിച്ച് നിങ്ങളുടെ ബജറ്റിന് അനുസരിച്ച് നിങ്ങൾക്ക് അവധിക്കാലം ആസൂത്രണം ചെയ്യാൻ ഒരു ആൻഡമാൻ വിദഗ്ധൻ, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലെ വിദഗ്ധൻ നിങ്ങളെ സഹായിക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയുടെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. വടക്കൻ ആൻഡമാൻ ദ്വീപുകൾ, തെക്കൻ നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ 2 ദ്വീപ് ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്ന 836 ദ്വീപുകൾ ഇതിൽ ഉൾപ്പെടുന്നു. 150 കിലോമീറ്റർ വീതിയുള്ള ഒരു ചാനൽ കൊണ്ട് വേർതിരിച്ചിരിക്കുന്നവയെ അതിൽ 31 മാത്രമേ ജനവാസമുള്ളൂ. ചെന്നൈയിൽ നിന്ന് ഏകദേശം 1190 കിലോമീറ്റർ വരും. ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശമായ കൽക്കത്തയിൽ നിന്ന് 1250 കിലോമീറ്ററും അകലെ സ്ഥിതി ചെയ്യുന്ന പോർട്ട് ബ്ലെയർ ഈ പ്രദേശത്തിൻ്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിനും കിഴക്ക് ആൻഡമാൻ കടലിനും ഇടയിലാണ് ഈ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. ഗ്രേറ്റ് നിക്കോബാറിൻ്റെ തെക്കേറ്റത്തുള്ള ഇന്ദിരാ പോയിന്റ് ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള പോയിന്റാണ്. ഇതിഹാസമായ രാമായണത്തിൽ നിന്നുള്ള ഇന്ത്യൻ ദൈവമായ ഹനുമാന്റെ പേരുള്ള ഹന്ദുമാനിൽ നിന്നാണ് ആൻഡമാൻ എന്ന പേര് ഉരുത്തിരിഞ്ഞത്. ഈ പ്രദേശത്തെ അടിമക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന മലയാളികൾ സമാനമായ പേരിലാണ് ഈ സ്ഥലത്തെ വിളിച്ചിരുന്നത്. 2-ാം നൂറ്റാണ്ടിൽ ടോളമിയുടെ അങ്കഡമാൻ എന്നും 13-ാം നൂറ്റാണ്ടിൽ മാർക്കോപോളോ അങ്കമാനിയൻ എന്നും ഈ സ്ഥലത്തെ വിവിധ പേരുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യ തെക്കിഴക്കൻ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന കടൽപ്പാതയിൽ സ്ഥിതി ചെയ്യുന്ന നിക്കോബാർ തമിഴിൽ നിന്ന് കടമെടുത്ത തുറന്ന ഭൂമിയിൽ നിന്ന് വരുന്ന നക്കവാരം എന്നറിയപ്പെട്ടു. അത് പിന്നീട് നിക്കോബാറായി. മധ്യകാലഘട്ടത്തിൽ നിക്കോബാർ അറേബ്യയിൽ ലങ്കബാറ്റസ് എന്നറിയപ്പെടുന്നു. ഒരു പക്ഷേ നൽകിയിരുന്ന പേരിൻ്റെ തെറ്റായ ട്രാൻസ്ക്രിപ്ഷൻ ആയിരിക്കാം അത്. 11-ാം നൂറ്റാണ്ടിലെ ഒരു കൃതിയായ കഥാ സരിൽസാഗർ ഈ പേര് നരിക്കേൽ ദ്വീപ് എന്ന് സൂചിപ്പിക്കുന്നു. മാർക്കോപോളോ ദ്വീപിനെ നെക്കുവറാൻ എന്ന് വിശേഷിപ്പിച്ചു. ദ്വീപുകൾ ചൈനയിലോ ജാൻഗുവോ എന്നറിയപ്പെടുന്നു. ചൈനീസ് ഭാഷയിൽ നാങ്കുവോ എന്നറിയപ്പെടുന്നു. നക്കവാറിൻ്റെ അതേ അർത്ഥത്തിലുള്ള വിവർത്തനമാണിത്. ഇതിൻ്റെ ആദ്യകാല ചരിത്രം 30,000 വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ച മധ്യ പാലിയോലിത്തിക് കാലത്ത് തദ്ദേശീയരായ ആൻഡമാനീസ് ജനത മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കാമെന്നും ജനിതകവും സാംസ്കാരികവുമായ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മധ്യകാലങ്ങളിൽ നിന്ന് ലഭിച്ച പുരാവസ്തു തെളിവുകളിൽ 2-ാം നൂറ്റാണ്ടിൽ ടോളമി ഈ ദ്വീപുകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്.
ഇന്ത്യൻ തെക്ക് കിഴക്കൻ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന വ്യാപാരപാതയിലാണ് നിക്കോബാർ ദ്വീപുകൾ നിലനിന്നിരുന്നത്. കൂടാതെ നൂറ്റാണ്ടുകളായി പുറം ലോകവുമായി വളരെയധികം ബന്ധമുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ചരിത്രം രേഖപ്പെടുത്താൻ തദ്ദേശീയരായ ആളുകളുമായി ലിഖിത ഭാഷ ഇല്ലാതിരുന്നതിനാൽ വിവരങ്ങളുടെ കണക്കുകൾ വളരെ കുറവാണ്. 6-ാം നൂറ്റാണ്ടിലെ ഫാക്സിയൻ, 7-ാം നൂറ്റാണ്ടിലെ ITC തുടങ്ങിയ സഞ്ചാരികളുടെ വിവരണങ്ങളിൽ ഈ ദ്വീപുകളെ പരാമർശിച്ചിട്ടുണ്ട്. 11-ാം നൂറ്റാണ്ടിൽ തമിഴകത്തെ ചോള രാജവംശത്തിലെ രാജേന്ദ്ര ചോളൻ ഒന്നാമൻ നിക്കോബാർ ദ്വീപുകൾ ഒരു ഇന്റർമീഡിയറ്റ് നാവിക താവളമായി ഉപയോഗിച്ച് തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ഭാഗങ്ങൾ ആക്രമിച്ചു. ഇന്ത്യയെയും തെക്ക് കിഴക്കൻ ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥാപിത ചോള വ്യാപാരപാതയുടെ ഭാഗമായിരുന്നു ഇത്. രാജേന്ദ്രൻ രണ്ടാമൻ്റെയും കുലോത്തുംഗ ഒന്നാമൻ്റെയും ഭരണകാലത്ത് തുടർന്നുള്ള വർഷങ്ങളിലെയും ഈ തുടർന്നു. തഞ്ചാവൂരിൽ നിന്നുള്ള ചോള ലിഖിതങ്ങൾ 1050 ദ്വീപുകളെ തമിഴിൽ വലിയ തുറന്ന നഗ്നഭൂമി എന്നർത്ഥം വരുന്ന മാനക്കാവാരം എന്നാണ് വിവരിക്കുന്നത്. പിന്നീട് 13-ാം നൂറ്റാണ്ടിൽ മാർക്കോപോളോയും 14-ാം നൂറ്റാണ്ടിന് തുടക്കത്തിൽ പ്രയർ ഈ ദ്വീപുകളെ പരാമർശിച്ചു. യൂറോപ്യൻ കോളനിവൽക്കരണം 1755 ഡിസംബർ 12-ന് ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ നിക്കോബാർ ദ്വീപുകളിൽ എത്തിയതോടെയാണ് ദ്വീപുകളിലെ യൂറോപ്യൻ കോളനിവൽക്കരണം ആരംഭിച്ചത്. 1756 ജനുവരി 1-ന് നിക്കോബാർ ദ്വീപുകൾ ഒരു ഡാനിഷ് കോളനിയാക്കി. ആദ്യം ന്യൂ ഡെൻമാർക്ക് എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. പിന്നീട് ഇന്ത്യൻ മെയിൻലാൻഡിലെ ട്രാൻകേബാറിലെ ഡച്ച് കോളനിയിൽ നിന്നാണ് ദ്വീപുകൾ കൈകാര്യം ചെയ്തിരുന്നത്. എന്നിരുന്നാലും മലേറിയ ആവർത്തിച്ച് പുറപ്പെട്ടിരുന്നതിനാൽ ദ്വീപുകളിൽ സ്ഥിരതാമസമാക്കാനുള്ള വിവിധ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ഇത് കോളനി നിവാസികളുടെ മരണത്തിലേക്ക് നയിച്ചു. 1778-നും 1783-നും ഇടയിൽ വില്യം ബോൾസ് ദ്വീപിൽ ഒരു ഓസ്ട്രിയൻ കോളനി സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഡാനിഷ് ദ്വീപുകളോടുള്ള അവകാശവാദം ഉപേക്ഷിച്ചുവെന്ന് തെറ്റായി അനുമാനിക്കുകയും അവയെ തെരേസ ദ്വീപുകൾ എന്ന് പുനർനാമകരണം ചെയ്തു. 1789-ൽ ബ്രിട്ടീഷുകാർ ആൻഡമാൻ ദ്വീപുകൾ ഒരു നാവികതാവളം സ്ഥാപിക്കുന്നതിനും ശിക്ഷാ കോളനിയായി അത് സ്ഥാപിക്കുന്നതിനുമായി കോളനിവൽക്കരിച്ചു. 1794-ൽ 100 തടവുകാരെ അടങ്ങുന്ന ആദ്യ ബാച്ച് ദ്വീപിലേക്ക് അയച്ചെങ്കിലും 1796-ൽ സെറ്റിൽമെന്റ് ഉപേക്ഷിക്കപ്പെട്ടു. 1858-ൽ ബ്രിട്ടീഷുകാർ പോർട്ട് ബ്ലെയറിന് സമീപം ഒരു കോളനി സ്ഥാപിച്ചു. 1864-നും 1868-നും ഇടയിൽ ഇറ്റലി ഈ ദ്വീപ് ഡാനിഷിൽ നിന്ന് വാങ്ങുവാൻ ശ്രമിച്ചു. 1868-ൽ ഒക്ടോബർ 16-ന് ഡാനിഷ് നിക്കോബാർ ദ്വീപുകളുടെ അവകാശം ബ്രിട്ടീഷുകാർക്ക് വിറ്റു. അത് 1869-ൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാക്കി. 1872-ൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഒരൊറ്റ ചീഫ് കമ്മീഷണറുടെ കീഴിൽ ഏകീകരിക്കപ്പെട്ടു. പോർട്ട് ബ്ലെയറിൽ സെല്ലുലാർ ജയിലിന്റെ നിർമ്മാണം 1896-ൽ ആരംഭിച്ച് 1906-ൽ പൂർത്തിയാക്കി. രാഷ്ട്രീയ തടവുകാരെയും സ്വാതന്ത്ര്യ സമര പ്രവർത്തകരെയും ഇന്ത്യൻ വൻകരയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ ജയിൽ ഉപയോഗിച്ചിരുന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് 1942-ൽ സഖ്യകക്ഷികൾക്കെതിരെ ആക്രമണത്തിന്റെ ഭാഗമായി ജാപ്പനീസ് ദ്വീപുകൾ ആക്രമിച്ചു. 1942 മാർച്ച് 23-ന് ജാപ്പാൻ പോർട്ട് ബ്ലെയർ പിടിച്ചെടുക്കുകയും ദ്വീപിന്റെ നിയന്ത്രണം സ്ഥാപിക്കുകയും ചെയ്തു. ഷഹീദ് ദ്വീപ്, രക്തസാക്ഷി ദ്വീപ് അഥവാ സ്വരാജ് ദ്വീപ്, സ്വയംഭരണ ദ്വീപ് എന്നിങ്ങനെ പുനർനാമകരണം ചെയ്യപ്പെട്ട ദ്വീപുകളുമായുള്ള ജപ്പാനുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ 1943 ഡിസംബർ 29-ന് സുഭാഷ് ചന്ദ്രബോസിന്റെ ആസാദ് ഹിന്ദിന് താൽക്കാലിക നിയന്ത്രണം കൈമാറി. ബോസ് ജനറൽ എഡി ലോകനാഥിനെ ദ്വീപുകളുടെ ഗവർണറായി നിയമിച്ചു. അദ്ദേഹത്തിന് പരിമിതമായ അധികാരമുണ്ടായിരുന്നു. ദ്വീപുകളുടെ യഥാർത്ഥ നിയന്ത്രണം ജപ്പാൻകാരുടെ പക്കലായിരുന്നു. ജാപ്പനീസ് അധിനിവേശത്തിൽ കീഴിലുള്ള വർഷങ്ങളിൽ വ്യാപകമായ കൊള്ള, തീവ്രത, ബലാത്സംഗം, അധിക ജുഡീഷ്യൽ കൊലപാതകങ്ങൾ എന്നിവ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1944 ജനുവരി 30-ന് നടന്ന ഹോംഫ്രെഗഞ്ച് കൂട്ടക്കൊലയിൽ ചാരവൃത്തി ആരോപിച്ച് 44 പ്രാദേശിക പൗരന്മാരെ ജപ്പാൻകാർ വെടിവെച്ചു കൊന്നു. ജാപ്പനീസ് വൈസ് അഡ്മിറൽ ടീസോ ഹാരെയും മേജർ ജനറൽ തമനാരി സാറ്റയും 1945 ഓഗസ്റ്റ് 15-ന് റോയൽ നേവിയുടെ യുദ്ധക്കപ്പലായ HMS സാൻഡ് ബാറിൽ രജപുത്ത് റെജിമെന്റിന്റെ കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ നാദു സിംഗിന് കീഴടങ്ങുകയും പ്രദേശം ഔദ്യോഗികമായി തിരികെ കൈമാറുകയും ചെയ്തു. 1945 ഒക്ടോബർ 7-ന് പോർട്ട് ബ്ലെയറിലെ ജിങ്കാന ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ 116ാമത് ഇന്ത്യൻ ഇൻഫൻട്രി ബ്രിഗേഡിന്റെ കമാൻഡറായ ബ്രിഗേഡിയർ J.A. സലോമൺസിനും ചീഫ് അഡ്മിനിസ്ട്രേറ്റർ നോയൽ പാറ്റേഴ്സിനും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ വിഭജന സമയത്ത് ബ്രിട്ടീഷുകാർ ഈ ദ്വീപുകൾ കൈവശം വെക്കാനും ആംഗ്ലോ ഇന്ത്യന്മാരെയും ആംഗ്ലോ ബർമീസുകളെയും ഈ ദ്വീപുകളിൽ പുനരധിവസിപ്പിക്കാൻ
ഉപയോഗിക്കാനും തങ്ങളുടെ ഉദ്ദേശ്യം പ്രഖ്യാപിച്ചു. വിഭജന ചർച്ചകൾക്കിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പാകിസ്ഥാന് വേണ്ടി മുസ്ലിം ലീഗും ഈ ദ്വീപുകൾ അവകാശവാദം ഉന്നയിച്ചിരുന്നു. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ദ്വീപുകൾ ഇന്ത്യയുടെ ഡൊമിനിയൻ്റെ ഭാഗമായി തീർന്നു. 1950 ബ്രിട്ടീഷ് ഭരണപ്രകാരം ഒരു സംസ്ഥാനമായി അത് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. വിഭജന സമയത്ത് കുടിയിറക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ ഈ ദ്വീപുകൾ പിന്നീട് ഉപയോഗിച്ചു. കാർഷിക കോളനികൾ സ്ഥാപിക്കുന്ന ഗണ്യമായ എണ്ണം കുടിയിറക്കപ്പെട്ടവരോടൊപ്പം 1956 പുനഃസംഘടനയെ തുടർന്ന് ദ്വീപുകൾ ഇന്ത്യ ഗവൺമെൻറ് ഭരിക്കുന്ന ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി. 1980 മുതൽ ദ്വീപുകൾ ഒരു പ്രധാന പ്രതിരോധ സ്ഥാപനമായി വികസിപ്പിച്ചെടുത്ത ബേ ഓഫ് ഉൾക്കടലിലെ തന്ത്രപ്രധാനമായ സ്ഥാനമാണ്. മലാക്ക കടലിനടുക്ക് അക്കരെയുള്ള ബംഗാൾ. 2004 ഡിസംബർ 26 ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തീരങ്ങളിൽ 10 മീറ്റർ ഉയർന്ന സുനാമി തിരമാലകൾ അനുഭവപ്പെട്ടു. ഇതിൽ 2000-ലധികം പേർ മരിക്കുകയും 46,000 പേർക്ക് പരിക്കേൽക്കുകയും 40,000 പേർ ഭവനരഹിതരായി തീരുകയും ചെയ്തു. ദ്വീപുകളിലെ തദ്ദേശീയരും വിദേശ സഞ്ചാരികളും ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ നേരിട്ടപ്പോൾ ഭൂകമ്പങ്ങളെ തുടർന്ന് ഒഴിഞ്ഞുമാറാൻ മുന്നറിയിപ്പ് നൽകിയ തലമുറകളായി കൈമാറിയുന്ന വാക്കാലുള്ള പാരമ്പര്യത്തെ തുടർന്ന് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് സഞ്ചാര കാരണം തദ്ദേശവാസികൾ വലിയ തോതിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 8249 കിലോമീറ്റർ ദ്വീപുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് അതിൽ ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ. ഇതിൽ 31 മാത്രം സ്ഥിരമായി ജനവാസമുള്ളത്. ദ്വീപുകൾ 6 ഡിഗ്രി മുതൽ 14 വടക്കൻ അക്ഷാംശങ്ങളിലും 92 ഡിഗ്രി മുതൽ 94 കിഴക്കൻ അക്ഷാംശത്തിലേക്ക്. ദ്വീപുകളെ വടക്കൻ ആൻഡമാൻ ദ്വീപുകൾ, തെക്കൻ നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ 150 കിലോമീറ്റർ വീതിയുള്ള ചാനൽ കൊണ്ട് തിരിച്ചിരിക്കുന്നു. ആൻഡമാൻ 6408 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളപ്പോൾ നിക്കോബാർ ഐലൻഡുകളുടെ വിസ്തീർണം 1841 ചതുരശ്ര കിലോമീറ്ററാണ്. വടക്കൻ ആൻഡമാൻ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന 737 മീറ്റർ ഉയരമുള്ള സാഡിൽ പീക്കാണ് ഏറ്റവും ഉയർന്ന സ്ഥലം. ദ്വീപുകളുടെ വടക്കേ അറ്റത്ത് ഉള്ള സ്ഥലം ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഹൂഗ്ലി നദിയുടെ അടുത്ത് നിന്ന് 901 കിലോമീറ്റർ അകലെയാണ്. തെക്ക് 165 കിലോമീറ്റർ. മ്യാൻമർ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മ്യാൻമർ 650 കിലോമീറ്റർ. തെക്ക് കിഴക്ക് തായ്ലൻഡ് എന്നിവയുള്ള ഈ പ്രദേശം സമുദ്രാതിർത്തി പങ്കിടുന്നു. ഗ്രേറ്റ് നിക്കോബാറിൻ്റെ തെക്കേ അറ്റത്തുള്ള ഇന്ദിരാ പോയിന്റ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള പോയിന്റാണ്. തലസ്ഥാനം ഏറ്റവും വലിയ നഗരവും പോർട്ട് ബ്ലെയറാണ്. പോർട്ട് ബ്ലെയറാണ്. ചെന്നൈയിൽ നിന്ന് 1190 കിലോമീറ്റർ, ഇന്ത്യൻ വൻകരയിൽ കൊൽക്കത്തയിൽ നിന്ന് 1150 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് ആൻഡമാൻ കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദ്വീപുകൾക്ക് 1962 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശമുണ്ട്. വിവിധ ദ്വീപുകളിലുടനീളം ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി ഗണ്യമായി വ്യത്യാസപ്പെട്ടിരിക്കും. ദ്വീപുകൾക്ക് തീരപ്രദേശങ്ങളിൽ പാറകൾ നിറഞ്ഞ മണൽക്കല്ല് അല്ലെങ്കിൽ ചതുപ്പ് നിലമുള്ള ബീച്ചുകൾ ഉണ്ട്. അവയ്ക്ക് ചുറ്റും ഷോളുകളാലും പവലപ്പുറ്റുകളാലും ചുറ്റപ്പെട്ടവയാണ് ചിലതും. തീർത്തും പരന്ന ദ്വീപുകൾ മുതൽ വളരെ വലിയ ദ്വീപുകൾ തീരം മുതൽ അന്തർഭാഗം വരെയുള്ള ഭൂപ്രകൃതി ക്രമേണ ഉയരുന്നതുവരെ ഉണ്ട്. ഉയരത്തിൽ കാര്യമായ വ്യത്യാസമുണ്ട്. ദ്വീപുകൾ പൊതുവെ ചുറ്റപ്പെട്ടിരിക്കുന്ന വ്യത്യസ്ത ആഴം കുറഞ്ഞ കടലുകളാലാണ്. ചില തീരങ്ങളിൽ ചില ആഴത്തിലുള്ള പ്രകൃതിദത്ത ഉൾക്കടലുകൾ ഉണ്ടാകുന്നു. ദ്വീപുകളിൽ വർഷം മുഴുവൻ മിതമായ താപനിലയാണ്. ശരാശരി 23 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ 31 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ്. ദ്വീപുകൾ ഉഷ്ണമേഖലാ കാലാവസ്ഥയും ചൂടുള്ള വേനൽക്കാലവും തണുപ്പുള്ള ശൈത്യകാലവുമല്ല. മഴയുടെ അളവ് മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. വേനൽക്കാലത്തെ അവസാനത്തിൽ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ സാധാരണമാണ്. സസ്യജീവജാലങ്ങൾ ദ്വീപുകളിൽ ചതുപ്പ് നിലങ്ങൾ, തെങ്ങുകൾ അല്ലെങ്കിൽ കടതീരത്ത് ചുറ്റിക്കിടക്കുന്ന കുറ്റിച്ചെടികൾ എന്നിവയാൽ ഇടയ്ക്കിടെയുള്ള കണ്ടൽക്കാടുകളുണ്ട്. ദ്വീപുകളിൽ ഇത്തുകരുത ഇലപൊഴിയും കണ്ടൽക്കാടുകൾ, കടൽത്തീരങ്ങൾ, മുളകൾ, ഉപമലനിരകൾ, ഉപ്പുവെള്ള വനങ്ങൾ എന്നിവ ഉൾപ്പെടെ 12 തരം വനങ്ങളുണ്ട്. വടക്കൻ ആൻഡമാനിൽ കയറുന്ന സസ്യങ്ങളുള്ള ആർദ്ര നിത്യഹരിത വനങ്ങളും മധ്യ ആൻഡമാനിൽ ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങളും തെക്കൻ ആൻഡമാനിൽ എപ്പിഫൈറ്റിക് സസ്യങ്ങളുമുണ്ട്. കൂടുതലും ഫേണുകളും ഓർക്കിഡുകളും. വടക്കൻ നിക്കോബാർ ദ്വീപുകൾ മിക്കവാറും പുൽമേടുകളാൽ തരിശുമാണ്. നിക്കോബാർ ഗ്രൂപ്പിൻ്റെ മധ്യ തെക്കൻ ദ്വീപുകളിൽ നിത്യഹരിത വനങ്ങളാണ് പ്രബലമായ സസ്യങ്ങൾ. മൊത്തം ഭൂപ്രകൃതിയുടെ 86.2% വനമേഖലയാണെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. അതിൽ 200 പ്രാദേശികം 1300 സസ്യങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നില്ല. തടിക്കായി 200-ലധികം മരങ്ങളുണ്ട് അവിടെ ലഭ്യമാണ്. 8300-ലധികം ജന്തുജാലങ്ങളുണ്ട്. അതിൽ 1117 ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്നവയാണ്.
ഏകദേശം 64 ഇനം ഉരഗങ്ങളുണ്ട്. അവയിൽ പകുതിയും ദ്വീപുകൾ മാത്രം കാണപ്പെടുന്നവയാണ്. വലിയ ഇനങ്ങളിൽ ഭൂരിഭാഗം കോളനി നിവാസികളും സഞ്ചാരികളും. അവയിൽ ചിലത് ദീർഘകാലത്തെ ഒറ്റപ്പെടൽ കാരണം പ്രാദേശികമായി മാറി. 55ഓളം സസ്തനികളുണ്ട്. അതിൽ 32 എണ്ണം, 26 എണ്ണം എലികളും 14 എണ്ണം വവ്വാലുകളും ആണ് സസ്തനികളിൽ ഏറ്റവും കൂടുതൽ. വംശനാശ ഭീഷണി നേരിടുന്ന ഇന്ത്യയിൽ നാനേ ദ്വീപുകളിലെ വനപ്രദേശങ്ങളിലോ പർവ്വത പ്രദേശങ്ങളിലോ കാണാം. 1883 തടി വേർതിരിച്ചെടുക്കാൻ സഹായിക്കുന്നതിനായി മെയിൻലാൻഡിൽ നിന്നാണ് ഇവ ആദ്യമായി കൊണ്ടുവന്നത്. വംശനാശ ഭീഷണി നേരിടുന്നതും ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവികൾ: ആൻഡമാൻ വൈറ്റ് ടൂത്ത് ഷ്രൂ, ആൻഡമാൻ സ്പൈനി ഷ്രൂ, ജംഗിൻ ഷ്രൂ, നിക്കോബാർ സ്പൈനി ഷ്രൂ, നിക്കോബാർ ട്രീ ഷ്രൂ, വില്ലേജ് നിക്കോബാർ എലി, ഈന്തപ്പന എലി, ആൻഡമാൻ ടീൽ, നിക്കോബാർ സ്കോപ്സ് ഓൾ ബുക്ക്, ഡാൻഡ്രോസ്കോപ്പ് എന്നിവ ഉൾപ്പെടുന്നു. കാട്ടുപന്നിയും പുള്ളിമാൻ, ഉരയ്ക്കുന്ന മാൻ, സാമ്പാർ മാൻ എന്നിവയാണ് മറ്റ് ചില ജന്തുജാലം. ദ്വീപുകളിൽ ഏകദേശം 270 ഇനം പ്രാവുകൾ, പക്ഷികളുണ്ട്. അതിൽ 90 എണ്ണം പ്രാദേശികമാണ്. ദ്വീപുകളിലെ ഗുഹകൾ എഡിബിൾ നെസ്റ്റ് സിപ്ലൈറ്റിൻ്റെ കൂടുണ്ടാക്കാനുള്ള സ്ഥലമാണ്. അവയിലൂടെ കൂടുതൽ പക്ഷികളുടെ കൂട് സൂപ്പിന് വിലമതിക്കുന്നതാണ്. നീണ്ട ദേശാടന വേളയിൽ ഫോഴ്സ് ഫീൽഡിൻ്റെ വെങ്കല കുക്കു, സാപ്പേഴ്സ് ഫ്ലൈക്കാച്ചർ, ജാവാൻ പൂണ്ട്, ഹെറോൺ തുടങ്ങിയ പക്ഷികളുടെ ഇടത്താളമായി ഈ ദ്വീപുകൾ പ്രവർത്തിക്കുന്നു. ദ്വീപുകൾ കാണപ്പെടുന്ന നിക്കോബാർ പ്രാവാണ് വംശനാശം സംഭവിച്ച ഡോഡോയുമായി ഏറ്റവും അടുത്ത് ജീവിക്കുന്നത്. 225 ഇനങ്ങൾ, ചിത്രശലഭങ്ങൾ ഉൾപ്പെടെ ഏകദേശം 890 ഇനം ചിറകുള്ള പ്രാണികളുടെ ആവാസ കേന്ദ്രമാണ്. ദ്വീപുകൾക്ക് ചുറ്റുമുള്ള കടലുകളിൽ 1350-ലധികം എക്കിനോഡെർമുകളും മൊളസ്കുകളും 200 ഇനം പവിഴങ്ങളും ഉണ്ട്. ഉപ്പുവെള്ള മുതലുകൾ, ഡൂഗോങ്ങുകൾ, ആമകൾ, ഡോൾഫിനുകൾ, തിമിംഗലങ്ങൾ എന്നിവ വലിയ സമുദ്രജീവികളിൽ ഉൾപ്പെടുന്നു. 13 ശുദ്ധജല ഇനം ഉൾപ്പെടെ 1350-ലധികം ഇനം മത്സ്യങ്ങളുണ്ട്. ഈ ദ്വീപുകൾ വിലപിടിച്ച കക്കയിറച്ചിക്ക് പേരുകേട്ടതാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വാണിജ്യപരമായ ചൂഷണം ആരംഭിച്ചു. ദ്വീപുകളിൽ ഏകദേശം 9 ദേശീയ ഉദ്യാനങ്ങളും 96 വന്യജീവി സങ്കേതങ്ങളും ഒരു ബയോസ്ഫിയർ റിസർവുമുണ്ട്. 2011 സെൻസസ് പ്രകാരം ജനസംഖ്യ 3,80,581 ആയിരുന്നു. അതിൽ 2,02,871 പുരുഷന്മാരും 1,77,710 സ്ത്രീകളുമാണ്. 1000 പുരുഷന്മാർ 878 സ്ത്രീകളെന്നായിരുന്നു ലിംഗാനുപാതം. ആൻഡമാൻ ദ്വീപുകളിൽ ആൻഡമാനീസ് ഭാഷകൾ സംസാരിക്കുന്ന തദ്ദേശീയരായ ഗ്രേറ്റ് ആൻഡമാനീസ്, ഓങ്കെ, ജറാവ, സെന്റിനലീസ് ആയിരക്കണക്കിന് വർഷങ്ങളായി ഒറ്റപ്പെട്ട് അവർ അധിവസിച്ചിരുന്നു. വാണിജ്യപാതകളുടെ ഭാഗമായിരുന്ന നിക്കോബാർ ദ്വീപുകൾ സഞ്ചാരികൾ പതിവായി വന്നിരുന്ന പ്രദേശം ഷോമ്പൻ ജനതയായിരുന്നു. മുമ്പ് നിക്കോബാറിസ് ആളുകൾ താമസിച്ചിരുന്നു. അവർ ഓസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷകൾ സംസാരിക്കുന്നു. ഈ ദ്വീപുകൾ സെന്റിനലീസ് ജനതയുടെ ആവാസ കേന്ദ്രമാണ്. ഇന്ത്യയിൽ സമ്പർക്കമില്ലാത്ത ഒരേ ഒരു ഗോത്രം. ദ്വീപുകൾ ആദ്യമായി കോളനിവൽക്കരിക്കപ്പെട്ട സ്വദേശിയുടെ ജനസംഖ്യ ഏകദേശം 5000 ആണെന്ന് കണക്കാക്കപ്പെടുന്നു. കോളനിവൽക്കരണ സമയത്ത് ദ്വീപിലെ ജനസംഖ്യ താൽക്കാലികമായി വർദ്ധിച്ചുവെങ്കിലും 1960-കൾക്ക് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ കാരണം ജനസംഖ്യ വൻതോതിൽ വർദ്ധിച്ചു. അത് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിച്ചു. 2016-ലെ കണക്കനുസരിച്ച് തദ്ദേശവാസികളുടെ ജനസംഖ്യ ഗണ്യമായി കുറഞ്ഞു. ഇത് കണക്കാക്കപ്പെടുന്നു. 44 ഗ്രേറ്റ് ആൻഡമാനീസ്, 380 ജറാവകൾ, 101 ഓങ്കസ്, 15 സെന്റിനലീസ്, 290 ഷോമ്പൻസ് എന്നിവയാണ് അന്ന് ഇപ്പം അവശേഷിക്കുന്നത്. ഹെൽത്ത് കെയർ സൗകര്യങ്ങൾ, ആശയവിനിമയം, സാമൂഹിക ഇടപെടൽ എന്നിവ ലഭ്യമാക്കി ശേഷിക്കുന്ന ജനസംഖ്യ സംരക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ശ്രമിക്കുന്നു. ആൻഡമാനീസ് ജനത വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഡസനുള്ള ആൻഡമാനീസ് ഭാഷകൾ സംസാരിക്കുന്നു. അവ പരസ്പരം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷാ വിഭാഗവുമായി ബന്ധമില്ല. ഗ്രേറ്റ് ആൻഡമാനീസ്, ഓങ്കൻ എന്നീ 2 ഗോത്രങ്ങളിൽപ്പെടുന്നു. സാക്ഷ്യപ്പെടുത്താത്ത 2 ഭാഷകളുണ്ട്. സെന്റിനലീസ് പുറത്തുനിന്നുള്ളവരായി സമ്പർക്കം നിരസിക്കുന്ന സെന്റിനലീസ് ആളുകൾ സംസാരിക്കുന്നു. അൻവിത, അബി, ജംഗിൽ എന്നിവർ പറയുന്നതനുസരിച്ച് 1920-ൽ വംശനാശം സംഭവിച്ച ഓങ്കികളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഷോമ്പൻ ജനത സംസാരിക്കുന്ന ഷോമ്പൻ ഭാഷയും ഓസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷാ കുടുംബത്തിൻ്റെ ഭാഗമായ 5 നിക്കോബാറീസ് ഭാഷകളും നിക്കോബാർ ദ്വീപുകളുടെ സന്ദേശമാണ്. ഇത് ഏകദേശം 29,000 ആളുകൾ അല്ലെങ്കിൽ ജനസംഖ്യയുടെ 7.6% സംസാരിക്കുന്നു. പോർട്ട് ബ്ലെയറിനടുത്തുള്ള വീർ സർവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്ക് സ്ഥിരമായി വിമാനങ്ങൾ സർവീസ് നടത്തുന്നു. ഇന്ത്യൻ നാവികസേനയുടെ INS
ഉത്കൃഷ്ടമായി എയർ സൈഡ് സൗകര്യങ്ങൾ പങ്കിടുന്ന ഒരു സിവിൽ എൻക്ലേവ് എന്ന നിലയിലാണ് വിമാനത്താവളം പ്രവർത്തിക്കുന്നത്. എയർപോർട്ടിന് 3290 മീറ്റർ നീളമുള്ള ഒരു റൺവേ ഉണ്ട്. സിവിലിയൻ ടെർമിനൽ ഇന്ത്യൻ നാവികസേന നിയന്ത്രിക്കുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയാണ്. ഇന്ത്യൻ സായുധ സേനയുടെ ആൻഡമാൻ നിക്കോബാർ കമാൻഡ് കാർനിക്കോബാർ AFS, INS ഹൊഹാസ, INS ഉത്കൃഷ്ട, INS ബാസ് എന്നിവയുടെ വ്യോമതാവളങ്ങൾ പ്രവർത്തിക്കുന്നു. പോർട്ട് ബ്ലെയർ ഒരു പ്രധാന തുറമുഖവും ദിഗ്ലിപൂർ, മായാബന്ദർ, രംഗത്തെ, ഹഡ് ബേ, കാർ നിക്കോബാർ, കാച്ചൽ, കാമ്പൽ ബേ എന്നിവ ഉൾപ്പെട്ട 8 പ്രധാനപ്പെട്ട തുറമുഖങ്ങളുള്ള ദ്വീപുകളിൽ 23 തുറമുഖങ്ങളുണ്ട്. 2022 ഗ്രേറ്റ് നിക്കോബാറിൽ ഒരു പുതിയ കണ്ടെയ്നർ ഷിപ്പ് ടെർമിനലിലും ഒരു വിമാനത്താവളം വികസിപ്പാൻ ഇന്ത്യ ഗവൺമെൻറ് നിർദ്ദേശിച്ചു. ദ്വീപുകളിലുടനീളം 39 ലൈറ്റ് ഹൗസുകളുണ്ട്. എല്ലാ ദ്വീപുകളെയും ബന്ധിപ്പിക്കുന്ന ഒരൊറ്റ പവർ ഗ്രിഡ് ഇല്ല. കൂടാതെ സ്വതന്ത്ര പവർ ഹൗസുകൾ വ്യക്തിഗത ദ്വീപുകളുടെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ദ്വീപുകൾക്ക് 68.46 മെഗാവാട്ട് സ്ഥാപിത വൈദ്യുതി ശേഷിയുണ്ട്. ഭൂരിഭാഗം വൈദ്യുതിയും ഡീസൽ പവർ പ്ലാന്റുകളിൽ നിന്നും കൽപോങ് നദിയിലെ 5.25 മെഗാവാട്ട് ജലവൈദ്യുത നിലയത്തിൽ നിന്നും ഉൽപ്പാദിക്കപ്പെടുന്നു. 2016 ജപ്പാൻ അതിൻ്റെ സഹായത്തോടെ ദക്ഷിണ ആൻഡമാനിൽ 15 മെഗാവാട്ട് ശേഷിയുള്ള പുതിയ ഡീസൽ പവർ പ്ലാന്റ് സ്ഥാപിച്ചു. 2020 ഗ്രേറ്റ് നിക്കോബാറിൽ കൂടുതൽ വൈദ്യുത നിലയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചു. ദ്വീപുകളിലെ വിവിധ ടെലികോം ഓപ്പറേറ്റർമാർ 4G മൊബൈൽ സേവനം നൽകുന്നു. 2020 വരെ സാറ്റലൈറ്റ് ലിങ്കുകളുടെ ഇൻ്റർനെറ്റ് നൽകിയിരുന്നു. ആക്സസ് പരിമിതമായ ലഭ്യത മാത്രമേ ഉണ്ടായിരുന്നു. ഭാരത് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് 2018 ഡിസംബറിൽ ദ്വീപുകളെ ചെന്നൈയുമായി ബന്ധിപ്പിക്കുന്ന ഫൈബർ ഓപ്റ്റിക് അന്തർവാഹിനി കേബിളുകൾ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2020 ഓഗസ്റ്റ് 10 കടലിനടിയിൽ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ തത്സമയമായി ഇത് ദ്വീപുകളിൽ അതിവേഗ ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ പ്രാപ്തമാക്കി. ദ്വീപുകളിലെ ആദ്യത്തെ പ്രൈമറി സ്കൂൾ 1881 സ്ഥാപിതമായി. സ്വാതന്ത്ര്യ സമയത്ത് ഒരു ഹൈസ്കൂൾ ഉൾപ്പെടെ 12 സ്കൂളുകൾ ദ്വീപുകളിൽ പ്രവർത്തിച്ചിരുന്നു. 2020 കണക്കനുസരിച്ച് ദ്വീപുകളിൽ 402 സ്കൂളുകൾ പ്രവർത്തിക്കുന്നു. ഏകദേശം 86,081 വിദ്യാർത്ഥികളുണ്ട്. ജവഹർലാൽ നെഹ്റു രാജകീയ മഹാവിദ്യാലയം 1967 സ്ഥാപിതമായ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്. 1990 സ്ഥാപിതമായ മഹാത്മാഗാന്ധി ഗവൺമെൻറ് കോളേജ് പോണ്ടിച്ചേരി സർവകലാശാലയും അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു. BR അംബേദ്കർ ഗവൺമെൻറ് പോളിടെക്നിക് 1984 സ്ഥാപിതമായി. അഫിലിയേറ്റഡ് എഞ്ചിനീയറിംഗ് കോളേജ് ഡോക്ടർ BR അംബേദ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി 1989 സ്ഥാപിതമായി. 2014 സ്ഥാപിതമായ സംസ്ഥാനത്തെ ഏക ലോ കോളേജാണ് ആൻഡമാൻ ലോ കോളേജ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 1963 സ്ഥാപിതമായി. ജനകീയ സംസ്കാരം ഇത് സൈൻ ഓഫ് ദ ഫോർ എന്ന ഷെർലക് ഹോംസ് എന്ന നോവലിൽ ആർതർ കോനങ്ങളുടെ ആൻഡമാൻ ദ്വീപുകളെ കുറിച്ച് പറയുന്നുണ്ട്. ബംഗാളി എഴുത്തുകാരനായ സുനിൽ ഗംഗോദേവ് തൻ്റെ കാക്കാ ബാബു സീരീസ് അഡ്വഞ്ചർ നോവൽ സാബുജി ദൈപ്പർ രാജയുടെ സംഭവങ്ങളെ ദ്വീപുകളിൽ ആധാരമാക്കി 1979 ദ്വീപുകളിൽ വ്യാപകമായി അതേ പേരിലൊരു സിനിമയുണ്ട്. ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്ന റോസ് ദ്വീപ് ചരിത്രവും പ്രകൃതി ഭംഗിയും നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഒരിക്കൽ ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ ഭരണാസ്ഥാനമായിരുന്ന ഇത് ഒരു കൊളോണിയൽ സെറ്റിൽമെൻ്റ് എന്ന നിലയിലും ഭൂതകാലത്തിലെ പ്രക്ഷുബ്ധമായ സംഭവങ്ങൾക്ക് സാക്ഷിയായും കാര്യമായ പ്രാധാന്യമുണ്ട്. ഇന്ന് റോസ് ദ്വീപ് ചരിത്രപ്രേമികൾക്കും പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ ആകർഷകമായ സ്ഥലമാണ്. കൗതുകമുണർത്തുന്ന അവശിഷ്ടങ്ങളും ബ്രിട്ടീഷ് വാസ്തുവിദ്യ അവശിഷ്ടങ്ങളും മുതൽ പ്രാകൃതമായ ബീച്ചുകളും സമൃദ്ധമായ സസ്യജാലങ്ങളും വരെ ദ്വീപ് സാംസ്കാരിക പൈതൃകത്തിൻ്റെ മനോഹരമായതയുടെയും സവിശേഷമായ ഒരു മിശ്രിതം പ്രദാനം ചെയ്യുന്നു. റോസ് ദ്വീപിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലവും ആകർഷണങ്ങൾ മുതൽ സന്ദർശക വിവരങ്ങൾ, പ്രവർത്തനങ്ങൾ, സംരക്ഷണ ശ്രമങ്ങൾ വരെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. റോസ് ദ്വീപിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് റോസ് ദ്വീപിൻ്റെ പ്രാധാന്യം അതിൻ്റെ ചരിത്രപരവും സാംസ്കാരികവും പ്രകൃതിദത്തവുമായ മൂല്യത്തിലാണ്. അതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ചില പോയിന്റുകൾ ഇവയൊക്കെയാണ്. കൊളോണിയൽ ഹെറിറ്റേജ്. കൊളോണിയൽ കാലഘട്ടത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ ഭരണാസ്ഥാനമായി റോസ് ദ്വീപ് പ്രവർത്തിച്ചത് അധികാരത്തിൻ്റെ ഇരിപ്പിടമായിരുന്നു. പ്രദേശത്തിൻ്റെ ഭരണത്തിലും വികസനത്തിലും നിർണായക പങ്ക് വഹിച്ചു. ബ്രിട്ടീഷ് വാസ്തുവിദ്യയുടെയും കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങൾ ദ്വീപിൻ്റെ കൊളോണിയൽ ഭൂതകാലത്തിൻ്റെ തെളിവായി നിലകൊള്ളുന്നു. പഴയ കാലഘട്ടത്തിലേക്ക് ഒരു നേർക്കാഴ്ച നൽകുന്നു. ചരിത്ര സംഭവങ്ങൾ. റോസ് ദ്വീപ് അതിൻ്റെ ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തിയ നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് തന്ത്രപ്രധാനമായ ഒരു താവളമായിരുന്നു ഇത്.
ജാപ്പനീസ് അധിനിവേശ കാലത്ത് വ്യാപകമായ നാശനഷ്ടങ്ങൾ നേരിട്ടു. ദ്വീപിൻ്റെ ചരിത്രം അവിടെ ജീവിക്കുകയും പോരാടുകയും ചെയ്ത ജനങ്ങളുടെ പോരാട്ടങ്ങളുമായി ത്യാഗങ്ങളുമായി ഇഴചേർന്നിരിക്കുന്നു. ഇത് ഒരൊറ്റ ചരിത്രമായി പ്രാധാന്യമുള്ള സ്ഥലമാക്കി മാറ്റുന്നു. റോസ് ദ്വീപിൽ ബ്രിട്ടീഷ് സംസ്കാരത്തിൻ്റെ സ്വാധീനം അതിൻ്റെ വാസ്തുവിദ്യാ ശൈലിയിലും പൂന്തോട്ടങ്ങളിലും ലേഔട്ടിലും പ്രകടനമാണ്. ദ്വീപ് ഇന്ത്യൻ യൂറോപ്യൻ സംസ്കാരങ്ങളുടെ സവിശേഷമായ സംയോജനത്തിനെ പ്രതിഫലിപ്പിക്കുന്നു. പ്രാദേശിക പാരമ്പര്യങ്ങളുമായി കൊളോണിയൽ സൗന്ദര്യശാസ്ത്രം